ഇപ്പൊ സോഷ്യൽ മീഡിയയില് വലിയ അഭിവാദ്യം അർപ്പിച്ചിട്ട് കുറെ ചാണകങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുള്ളിക്കാരനിക്ക് വേണ്ടിയിട്ടല്ല, രാജ്യത്തിന്റെ യുവതലമുറ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചപ്പോ ഗവൺമെന്റിനെതിരെ സമരം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവരെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ അതിന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ചാണകവും ഗോമൂത്രവും സേവിക്കുന്ന കുറെ കാട്ടങ്ങൾ വന്നിട്ട് അഭിവാദ്യം അർപ്പിക്കുക. എന്നിട്ട് പറയാ കള്ളക്കേസിൽ കുടുക്കി പോലും. പച്ചക്ക് ആ അണ്ടിക്കിളവൻ നേരാവണ്ണം ഒരു കീഴ്വായു പോലും വിടാൻ കൽപ്പില്ലാത്ത ഒരുത്തൻ വന്ന് രാജ്യത്തെ യുവതലമുറയെ ഇത്തരത്തിൽ കൊന്നു തള്ളണം എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കേട്ടാ. അപ്പൊ അവനിക്കാണ് ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇപ്പൊ നമ്മളെ റിപ്പോർട്ടർ ചാനലിന്റെ മൊട്ട, ഇനിയിപ്പോ നാളെ എന്ത് പച്ച നുണയാ പറയാമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ദിവസവും രാവിലെ വന്ന് 3 മാസമായ ഒരു ഗവൺമെന്റിനെതിരെ 30,000 പച്ച നുണകൾ, കല്ലുവച്ച നുണകൾ മാത്രം ഈ മൊട്ട പറഞ്ഞു നടക്കുന്നു. എന്നിട്ട് ഇവനിക്ക് ഇഷ്ടപ്പെട്ട ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി ആലങ്കാരികമായിട്ട് കൊണ്ടുവെക്കുന്ന ചില മറ്റ് ക്രിമിനലുകളെ നമ്മളൊക്കെ കണ്ടതാ. ഏത് സുഗതൻ ഉണ്ടല്ലോ, RSSന്റെ നേതാവ് സുഗതന്റെ മുന്നിൽ ഈ സർക്കാർ മുട്ടുമടക്കിന് പോലും. എന്നിട്ട് അവനിക്ക് എതിരെ ഒരു കേസെടുക്കാതെയാണ് ഈ പറയുന്ന മറ്റൊരു ക്രിമിനലിനെതിരെ കേസെടുക്കാനും കണ്ടാൽ വെടിവെച്ച് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഈ ഗവൺമെന്റ് പറഞ്ഞു എന്ന് ഉളുപ്പില്ലാതെ പച്ച നുണകള് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ ഒരു വിഡ്ഢി കൂശ്മണ്ടനാണ് ഈ മൊട്ട. മനസ്സിലാക്കണം. ഞാൻ ആ മൊട്ടനോട് ഒറ്റ കാര്യം ചോദിക്കുക. ഈ പറയുന്ന നീ ഇന്നലെ പറഞ്ഞു വെച്ചതല്ല എന്ന് RSSകാരന്റെ മുമ്പില് 15ഓളം ക്രിമിനൽ കേസുള്ളവരുടെ മുമ്പില് സർക്കാർ മുട്ടുമടക്കി അല്ലെങ്കിൽ നട്ടല് വളച്ചി എന്ന് പറയുമ്പോ നാണം കെട്ടവനെ, ആ പുള്ളിക്കാരൻ ആ 15 കേസിൽ ക്രിമിനൽ കേസിൽ പ്രതിയായ കാപ്പ ചുമത്തിയ ഒരു പ്രതി ഈ ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ഏത് ഗവൺമെന്റുടെ കാലത്താ മത്സരിച്ചത്? അത് പറ. എങ്ങനെയാ അവൻ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത്? അത്തരം ഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഈ പുള്ളിയെ അത് ഇലക്ഷന് മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ബാൻ ചെയ്യാനോ അവൻ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല? എന്നാൽ മറിച്ച് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ അദ്ദേഹത്തെ നമ്മളൊക്കെ കണ്ടതല്ലേ, വെടിവെച്ച് പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ജയിലിൽ കിടക്കുന്നത് അല്ലേ? അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരു പുള്ളിന്റെ മുന്നിൽ ഈ ഗവൺമെന്റ് മുട്ടുമടക്കി അല്ലെങ്കിൽ നട്ടല് വളച്ചു എന്ന് പച്ച നുണ പറയാൻ നിനക്കല്ലാതെ ഭൂമി ലോകത്ത് മറ്റൊരാൾക്കും കഴിയില്ല. മനസ്സിലായ? ലേശം ഉളുപ്പ് വേണം. കണ്ടാമൃഗം പോലും നാണിച്ചു പോകണം നിന്റെയൊക്കെ മുമ്പിൽ. നീ ആരോടെങ്കിലും അച്ചാരം വാങ്ങിയിട്ട് വന്നിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ഗവൺമെന്റോ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാൻ നിന്റെ ഒരു ധാരണ ഉണ്ടെങ്കിലേ അതൊക്കെ നാലാക്കി മടക്കിയിട്ട് നിന്റെ ഓഫീസിന്റെ ആ മേശന്റെ അടിയിൽ അങ്ങ് വെച്ചേ. മനസ്സിലായ? ഇത് അങ്ങനെയൊന്നും പോകുന്ന ഗവൺമെന്റ് അല്ല ഇത് ജനങ്ങളോട് ഞങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്ന സ്റ്റേറ്റിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങളെ വോട്ട് വാങ്ങി നല്ല ഭൂരിപക്ഷത്തിൽ വന്ന ഒരു ഗവൺമെന്റാ. നീ ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ UDF സംവിധാനത്തിനെതിരെ പച്ച നുണകൾ നീയും നിന്റെ മരമുറി ചാനലിന്റെ അതിന്റെ മുതലാളിയും കൂടി ഉണ്ടാക്കി വിട്ടതൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവജ്ഞതയോടുകൂടി തന്നെയാണ് കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് തട്ടി തെറിപ്പിച്ചത്. എന്നിട്ടും നിനക്കൊന്നും ബോധവും പൊക്കണവും വന്നിട്ടില്ലാലോടോ. നീ ഇപ്പോഴും ഇന്നലെയും നീ എന്താ പറഞ്ഞു വെച്ചത്? ഏതോ ഒരു വിഷയത്തിനകത്ത് വന്ദേ മാതരം ഇതാ ഇനി പാടാൻ UDF സർക്കാർ ഇതാ ഉത്തരവങ്ങിട്ടു. ഏത് കാലിന്റെ ഇടയിൽ നിന്നിട്ടാണോ നീ ഇതൊക്കെ പറയുന്നത്? എന്താ അവിടെ യഥാർത്ഥത്തിൽ നടന്ന പ്രശ്നം എന്താ? ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് ഒരു സർക്കുലർ കൊടുത്തു. സ്വാഭാവികമായിട്ടും സ്വീകരിച്ചു. അതിനപ്പുറത്തേക്ക് ഗവൺമെന്റ് എന്തെങ്കിലും അതിനായിട്ട് നടപടിയെടുത്തിട്ടുണ്ടോ? ഇന്ന് ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഇന്ന് ഗവൺമെന്റ് ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ. നീ അത് മാറ്റി പറയോടോ? ഇന്ന് പറയോ? പിന്നെ മറ്റൊരു വിഷയം എന്താ നീ പറഞ്ഞു വെച്ചത്? എന്തേലും നീ ഒരു നുണ തട്ടിവിട്ടത്? വേറെ ഓർമ്മ പറഞ്ഞു. ഇവൻ വേറൊരു പച്ചക്കളവ്, അതായത് വിശ്വസിക്കാൻ ഒട്ടും കൊള്ളാത്ത ഒരു കളവ് ഇന്നലെ മുതൽ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു ഏതോ ഒരു വിഷയത്തിനകത്ത്. ഇതുപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിനൊരു ഈ ഏതോ ചോദ്യ പേപ്പറിനകത്ത് ഈ VD സവർക്കറുടെ ചോദ്യം വെച്ചുകൊണ്ട് അതിന് ഉത്തരം VD സവർക്കറെ മഹാനായി ചിത്രീകരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തി എന്ന് കല്ല് വെച്ച നുണയല്ലടാ നീ പറഞ്ഞത്.
അത് സർക്കാരിന്റെ അറിവോടുകൂടിയ. ഞാൻ പറഞ്ഞ അത് പ്രാദേശിക തലത്തിൽ ഏതോ ഒരു 2 ഉദ്യോഗസ്ഥന്മാർ ചെയ്തു വെച്ച കെടുതിയല്ലേ. ആ RSS ചിന്താഗതി ഉണ്ടായ ഉദ്യോഗസ്ഥന്മാർ ഏത് ഭരണകാലത്താണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? ഈ ഗവൺമെന്റ് അല്ലല്ലോ, ആ ഗവൺമെന്റ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെന്റിനെ ഏറ്റിക്കെട്ടാൻ വേണ്ടി അവർ അച്ചടിച്ച് പുറത്തു വിടുന്നതിന് മുമ്പ് നീ ഇതാ സർക്കാർ ഉത്തരവ് എന്ന് പറഞ്ഞ് കല്ല് വെച്ച നുണയല്ലട നീ ജനങ്ങളോട് പറയുന്നത്. എനിക്ക് ഉളുപ്പില്ലട ദേശം. ഇത് കേൾക്കുന്നവരെന്ത് ചിന്തിക്കുന്ന ഒരു ബോധം നിന്റെ മനസ്സിനകത്ത് വേണ്ടേ? നീ സർക്കാരിനെ വിമർശിച്ചോ? നിന്റെ ഒന്നും താരാട്ട് വാട്ട് കേട്ടിട്ട് വന്ന ഗവൺമെന്റ് ഒന്നും അല്ല ഇത്. നിനക്ക് വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ നീ ഇതുപോലെ കല്ല് വെച്ച നുണ പറയുമ്പോ അതിനകത്ത് അല്പസ്വല്പ സത്യങ്ങളെങ്കിലും തിരികെ കയറ്റാൻ വേണ്ടി നീ ശ്രമിക്കണ്ടേ? എങ്കിലല്ലേ കേൾക്കുന്നവർക്ക് ഇമ്പം കിട്ടും. ഇത് കണ്ടാമൃഗം പോലും നാണിച്ചു പോകുന്ന തരത്തിൽ അമ്മാതിരി കളവ് അല്ലേ നീ പ്രചരിപ്പിക്കണം. നീയൊക്കെ അവിടെ തന്നെ വേണം. ഇതുപോലെ കളവുകൾ നീ ഇങ്ങനെ പ്രചരിപ്പിക്കണം, പറയണം. എങ്കിലും അതിന്റെ റിയാലിറ്റിയും അതിന്റെ വസ്തുതയും മനസ്സിലാക്കാൻ വേണ്ടി സാമാന്യ അരിഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾ ചിന്തിക്കും. അപ്പൊ അതിന് യഥാർത്ഥത്തിലുള്ള റിയാലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായ? അപ്പൊ അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നീ മറ്റൊരു വിഷയം എന്താ പറഞ്ഞത്? കടപ്പുറത്തെങ്ങാട്ട് കടലിൽ പോയിട്ട് ഒരാള് കാണാണ്ടായി. സ്വാഭാവികം. പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിനകത്ത് പോയി ആ പുള്ളിക്കാരന്റെ മകളെ കൊണ്ടുവന്നിട്ട് ഈ സർക്കാരിനെതിരെ ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നീ നിരന്തരം ശ്രമിക്കുന്നില്ല. ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടിന്റെ വിചാരം എന്താ വെച്ചാൽ ആകാശത്തിന് കീഴെ എന്ത് സംഭവം നടക്കാതെ എനിക്ക് മാത്രമേ അറിയൂ എന്നുള്ളൊരു ഭാവത്തിൽ ആ സംസാരിക്കുന്ന ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റും നിനക്കൊക്കെ തരുന്ന ബൈറ്റും കണ്ടാൽ ഒരു അരിഭക്ഷണം കഴിക്കുന്ന ഒരു ചിന്തിക്കത്തില്ല ആ കുട്ടിയുടെ അച്ഛൻ നഷ്ടപ്പെട്ട വേദന കൊണ്ടാ പറയുന്നത്. ആ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? VD സതീശൻ സാറ് മുഖ്യമന്ത്രിയായതാ, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നതാ. അല്ലാതെ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനെ കാണാതായതിന്റെ വിഷയത്തിനകത്തെ ആ കുട്ടി അത്തരം ഒരു എന്താ പറയുക വിഷമത്തിലേ അല്ല സംസാരിക്കുന്ന. ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും ആ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട കൃത്യമായിട്ട് അരിഭക്ഷണം കഴിക്കുന്ന തലക്കകത്ത് ഇച്ചിരി ഓളുള്ളവർക്ക് മനസ്സിലാവും കേട്ടാ. പിന്നെ അതിനകത്ത് ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് കുറെ ഈ സൈബറോളുകളുണ്ട്, കുറെ ആങ്ങളമാർ വന്നിട്ട് അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ വേദനയല്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സിമ്പതിയൊക്കെ എഴുതി ഇങ്ങോട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. എടാ ഞാൻ ചോദിക്കട്ടെ, അച്ഛനാ നഷ്ടപ്പെട്ട മകളാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസാരിക്കൂ അല്ലേ? ആ കുട്ടി ലോകത്തുള്ള എല്ലാറ്റിനെ പറ്റിയും പറയുന്നുണ്ടല്ലോ. നാസയെ പറ്റി പറയുന്നു, ISROയെ പറ്റി പറയുന്നു. ഇതൊക്കെ ആ കുട്ടി പറയുന്നില്ലേ? പിന്നെ അവന് ഹെലികോപ്റ്റർ വന്നതും പോയതും പറയുന്നു. പിന്നെ VD സതീശൻ ഹെലികോപ്റ്ററിൽ പോയതിനെ പറ്റി ആ കുട്ടി പറയുന്നു. അതൊക്കെ എന്താ കുട്ടിക്ക് പറയേണ്ടത്? എന്താ അവകാശമുള്ളത്? പിന്നെ ആ കുട്ടി പറയുക ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ VD സതീശൻ അങ്ങ് കടന്ന് എന്താ പറയുക ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നു. എവിടെയാ VD സതീശൻ ഒരു കമ്മ്യൂണിറ്റി ആക്ഷേപിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ളത്? ആ പറഞ്ഞ ബൈറ്റൊന്ന് തന്റെ ഇടമുണ്ടെങ്കിൽ നിന്റെയൊക്കെ മുഖത്ത് ആ മീശ വെച്ചിട്ട് നീ ആണാണെന്ന് പറഞ്ഞാൽ അത് പുറത്ത് വിടറോ, അല്ലെങ്കിൽ ആ കുട്ടിയോട് പുറത്ത് വിടാൻ വേണ്ടി പറ. VD സതീശൻ സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലോകത്തെ മലയാളികൾ മുഴുവൻ കേട്ടതാ. എന്താ പറഞ്ഞെന്നും എന്താ നിങ്ങൾ ചോദിച്ചതെന്നുള്ള കാര്യം മനസ്സിലായ? പിന്നെ നിങ്ങൾ ഈ മൈതാനം നോക്കി പ്രസംഗിക്കുന്നവർ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനില്ലാത്തടത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ 3 കാലം അവിടെ കുത്തിയിരുന്ന് നിങ്ങൾ ഈ AC റൂമിൽ നിങ്ങൾ ഈ എന്താ പറയേണ്ടത് ഈ സാറ്റലൈറ്റും ഈ മൈക്കും ഓണാക്കി വെച്ചിട്ട് നിനക്കൊക്കെ നിന്റെ ഉപബോധ മനസ്സിനകത്ത് വരുന്ന ചിന്തക്കനുസരിച്ച് ജൽപ്പനങ്ങൾ ഛർദ്ദിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ക്രെഡിബിലിറ്റിയും ഒരു പ്രിവിലേജൊന്നും നീ പറയുന്ന വാക്കിനില്ല. അത് ബോധമുള്ള ജനങ്ങൾ അത് എന്താ മുഖേനൊക്കെ എടുക്കത്തില്ല. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ പ്രശ്നം അച്ഛനെ മിസ്സായതൊന്നുമല്ല. ആ കുട്ടിക്ക് ഇവിടെ ഗവൺമെന്റ് മാറി വന്നതിന്റെ വലിയ വിഷമവും പ്രയാസങ്ങളും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2018 452ഓളം പേരെ ഒരു മുൻകരുതലില്ല ഡാം തുറന്ന് വിട്ടിട്ട് മുക്കിക്കൊന്ന ഒരു ഗവൺമെന്റ് അല്ലായിരുന്നോ ആ കാലഘട്ടത്തിൽ? അല്ലേ? അങ്ങനെ ആരെങ്കിലും അച്ഛനെയും അമ്മമാരെയും കുടുംബങ്ങളെയും നഷ്ടപ്പെട്ടവരൊക്കെ വന്നിട്ട് അവരുടെ പരാതിയും പറയുന്ന ഘട്ടത്തിൽ ഈ കുട്ടി സംസാരിച്ചതുപോലെ ഒരു ഗവൺമെന്റിനെ വിമർശിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ അവരുടെ സങ്കടങ്ങൾ പറയുന്നുണ്ട്, അവരുടെ പ്രയാസങ്ങൾ പറയുന്നുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വരുന്നില്ല. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല. ഈ കുട്ടിയുടെ വിചാരം എന്താ? ഈ കുട്ടി ഇന്ന് രാവിലെ നിങ്ങൾ പോയല്ലോ ആ കുട്ടിയുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി. എന്നിട്ട് ആ കുട്ടി എന്താ രാവിലെയും പറയുന്നത്? എന്താ പറഞ്ഞു വെക്കുന്നത്? മുഴുവൻ ആരും അങ്ങ് ആക്ഷേപിച്ചു പോലും. ഈ പറയുന്ന തീരദേശത്തുള്ള മുഴുവൻ മത്സ്യത്തൊഴിലാളികൾ അട്ടിപ്പേറി ഈ കുട്ടിക്കാരെങ്കിലും പതിച്ചു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ കുട്ടിയാണോ അവരുടെ ഒക്കെ സംരക്ഷിക്കുന്നത്? അറിയോ? പിന്നെ ആ കുട്ടി പറയുന്നത് എന്താ? അവിടെ കയറ്റിയിരുത്തത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് വലിച്ചു താഴെയിടാൻ അറിയാം. ആര് കയറ്റിയത്? ഇവളാണോ കയറ്റിയിരുത്തിയത്? കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഞങ്ങൾ നടപ്പാക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ അവര് ചെയ്ത വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഈ കുട്ടിയല്ല ഈ വിഡ്ഢിത്തം പറയുന്നത് പോലെ ഇവളല്ല അവിടെ കൊണ്ടുവരുത്തിയത്. പിന്നെ എന്താ ഈ കുട്ടി പറയുന്നത്? ഈ കുട്ടിയല്ലേ പൊതുസമൂഹത്തെയും മറ്റുള്ളവരെയും അടച്ചാക്ഷേപിക്കുന്നത്? അല്ലേ? കളറിന്റെ പേരിൽ
ആക്ഷേപിച്ചില്ല ഈ കുട്ടി. എന്താ പറയുന്നത് ഈ കുട്ടി? ഈ കുട്ടിയുടെ AC റൂമിൽ ഇരുന്നിട്ട് അവർക്കെന്നും പറയും ഞങ്ങൾ കടലിനോട് മല്ലടിച്ചിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ AC റൂമിൽ ഇരുന്ന് ചെയ്യേണ്ട പ്രവൃത്തിയിൽ അത് ചെയ്യണം. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. എല്ലാവരും കടലിനോട് മല്ലടിച്ചിട്ടും അങ്ങ് ഇതാക്കിയിട്ടാ പോണ്ടത്. അറിയാ, അത് ഓരോരോ മണിക്കും ഓരോരായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അത് ആ തൊഴിലുമായി ബന്ധപ്പെട്ടവർ ആ തൊഴിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. തെങ്ങ് കാഴ്ചക്കാരൻ തെങ്ങ് കാറ്റുമായി ബന്ധപ്പെട്ട് അത് അങ്ങ് പോകും. ഞങ്ങളെപ്പോലെ ഒരു വണ്ടി ഡ്രൈവിംഗ് ആണെങ്കിൽ ആ ഡ്രൈവിംഗ് തൊഴിലുമായിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ എല്ലാവർക്കും അതിന്റെ കഷ്ടപ്പാടുണ്ട്. അല്ലാതെ ഇവർക്ക് മാത്രം അങ്ങ് കടലിനോട് മല്ലടിക്കേണ്ട അങ്ങ് ഇതൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ മുമ്പേ കൃത്യം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രളയമൊക്കെ വരുന്ന ഘട്ടത്തിലും കാലവർഷമൊക്കെ ഇങ്ങോട്ട് ആകുമ്പോഴൊക്കെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മളെ ജീവന് നമ്മളും സുരക്ഷ കൊടുക്കണം. എല്ലാം ഗവൺമെന്റ് അങ്ങ് സംവിധാനം അങ്ങ് ഞങ്ങളങ്ങ് സംരക്ഷിക്കുന്നൊന്നും ധരിക്കുകയൊന്നും വേണ്ട. മനസ്സിലായ? അപ്പൊ അവനവന്റെ വിശേഷ ബുദ്ധിയും കുറച്ച് വേണം. കുട്ടി പറഞ്ഞല്ലോ ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങളെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നും നിങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു. ആർക്കും ഇവിടെ വിദ്യാഭ്യാസം ഇല്ല, ഞാൻ മാത്രമല്ല അറിയുന്നു പറഞ്ഞില്ല. അങ്ങനെ നിന്റെ തലക്കകത്തൊക്കെ ഇത്തിരി തലച്ചോറും ബോധവും ഉണ്ടെങ്കിൽ, കുറെ പഠിച്ചെന്നത് കൊണ്ടല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കാലാവസ്ഥയൊക്കെ ഞങ്ങൾ നോക്കിക്കണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലായ? അല്ലാതെ ഏതെങ്കിലും പാട്ടിന്റെ അച്ചാരവും വാങ്ങി വന്നിട്ട് അങ്ങ് കടന്നങ്ങ് ആക്രമിച്ച് കളയുക എന്നൊന്നും നീ പറയാൻ നിൽക്കണ്ട. പിന്നെ നീ മറ്റൊരു മാപ്പ് പറയണം പോലും. നിന്റെ ഇഷ്ടത്തിനല്ല ഇപ്പൊ മാപ്പ് പറയാം മുഖ്യമന്ത്രി വന്നിട്ട്. നീ ആരായിട്ട് കൽപ്പിക്കാൻ വേണ്ടിട്ട്? ലോക ഐക്യരാഷ്ട്രത്തിന്റെ തലവെത്തിയ നിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറയാം. നിനക്ക് വേദനയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നീ പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നീ അതിന് കിടക്കണ്ട. ഈ മാധ്യമത്തിന്റെ ഈ സമാനവും പിടിച്ചങ്ങ് വരുമ്പോ അങ്ങ് വൈറലാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാനെന്തോ സംഭവം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെയോ കണ്ടമുണ്ട് ഇംഗ്ലീഷൊക്കെ കേട്ടങ്ങ് സംസാരിച്ചു കഴിഞ്ഞാൽ ലോകം നിന്റെ കാൽക്കലാകുന്ന ചിന്ത ഉണ്ടല്ലോ, അത് മാറ്റി അങ്ങോട്ട് വെക്ക്. മനസ്സിലായ? ഇതെല്ലാം നോക്കിക്കാണുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട്. മനസ്സിലായി? എല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനും അതിനകത്തേക്ക് ബിക്കോസ് പറയാനും ഇവിടെ ആർക്കും അറിയാം. ഞങ്ങളൊക്കെ തനി നാടൻ ഭാഷയിൽ എന്താ പറയുക മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് ജനങ്ങൾക്ക്. മനസ്സിലായ? പിന്നെ നീ റൈറ്റും അവകാശങ്ങളും നീ അങ്ങ് പഠിപ്പിക്കുമെന്ന് വേണ്ട, അതെല്ലാവർക്കും അറിയാം. ആ റൈറ്റ് തന്നെയാണ് രാജ്യത്തിന്റെ ഭരണഘടന തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രോളിങ്ങിനൊക്കെ പോകുന്ന അവസരത്തിൽ കാലവർഷത്തിന്റെ ഗതിയെ നോക്കണം, മനസ്സിലാക്കണം. മനസ്സിലായ? പിന്നെ നീയൊക്കെ പറയുന്ന സമയത്തും സന്ദർഭത്തും ഒന്നും ഇപ്പം ഹെലികോപ്റ്ററിനെയും അങ്ങോട്ടൊന്നും പറഞ്ഞേക്കാം. കാരണം അതിനകത്ത് വരുന്ന മനുഷ്യന്മാരാ. അവർക്കും ഇത് കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പറയുന്നത് പോലെ അവർക്കും അതൊക്കെ ചെയ്യാൻ പറ്റൂ. മനസ്സിലായ? അല്ലാതെ മൊട്ടക്ക് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരുടെ അച്ചാരം വന്നിട്ട് അങ്ങ് പറയുമ്പോ അത് വെച്ചിട്ട് ഇങ്ങോട്ട് പാർട്ടിയെ മുഖ്യമന്ത്രി അളക്കാൻ വേണ്ടി വരണ്ട കേട്ടാ. അതിനുള്ള മറുപടി ഞങ്ങൾ നല്ലപോലെ അങ്ങ് പറയും. ഞങ്ങൾക്കറിയാം എന്താണുള്ള കാര്യങ്ങൾ. ഒരു അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയാ പോലും അവൾ പറയുന്ന. അവൾ കഴിഞ്ഞ 4 ദിവസങ്ങളിലേക്ക് ഇതുപോലെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്ന് നോക്ക്. ഏത് നഷ്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീ പറയുന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ഞാനിത് കൃത്യമായി കേൾക്കുന്നുണ്ട്. എന്താ, ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതാണ് ആ കുട്ടിയെ സംബന്ധിച്ചുള്ള വലിയ വിഷയം. അല്ലാതെ അച്ഛനെ നഷ്ടപ്പെട്ട വിഷയമൊന്നുമല്ല ഞാൻ കാണുന്നത്. നിങ്ങൾ നോക്കുക എന്റെ കളവാണെങ്കിൽ ആ കുട്ടി പറയുന്ന ലാംഗ്വേജും ആ കുട്ടി പറയുന്ന ആറ്റിറ്റ്യൂഡ് അതിന്റെ ഒരു മുഖഭാവങ്ങളൊക്കെ നോക്ക്. ഒരു അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കാണാതായി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്കൊന്നും നേതാവിനെ സംസാരിക്കാൻ പോലും കഴിയത്തില്ല വിറച്ചിട്ട്. മനസ്സിലായ? ഇതല്ലല്ലോ. ഇത് വന്നിരുന്നിട്ട് എന്താ എന്നിട്ട് അവിടെ ആക്കിയില്ലല്ലോ, ഇവിടെ ആക്കിയില്ലല്ലോ. നീയൊക്കെ പറയുന്ന ഇഷ്ടത്തിനാണോ ഒരു സംവിധാനം മുന്നോട്ട് പോവുക? അതിനൊക്കെ പ്രോട്ടോകോള്, മാനദണ്ഡങ്ങള്, അതിന്റെ ചിട്ടവട്ടങ്ങൾ അതൊക്കെ ഉണ്ട്. അത് ഇനിയും ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ലേ? ഈ കുട്ടികൾ ഭയങ്കര വിദ്യാഭ്യാസവും വിവരവും ഞാൻ വലിയ എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ സ്വയം പ്രഖ്യാപിച്ച് രാജാവായ നോക്കാൻ വേണ്ടി നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ നിയമ സംവിധാനവും മനസ്സിലാക്കാൻ പഠിക്കണം. കുട്ടി പറഞ്ഞല്ലോ അവിടെ കയറി ഇരുന്നിട്ട് അവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഓടിപ്പോയിട്ട് അവിടെ ഇരുന്നതല്ല വീഡിയോ ചോദിച്ചാൽ. രാജ്യത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങളും പ്രോട്ടോകോളും പാലിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ ആക്കിയതാ. മനസ്സിലായ? അങ്ങനെ വന്ന അല്ലെങ്കിൽ ഓടിപ്പോയിട്ട് അവിടെ ഇരുന്നതല്ല. പിന്നെ നീ പറയുന്നത് നീ കൊണ്ട് അങ്ങ് ഇരുത്തിയതൊന്നുമല്ല. മനസ്സിലായ? നീ ഒരാൾ വിചാരിച്ചത് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആളെ നിശ്ചയിക്കാൻ പറ്റുമോ? അതാ ഞാൻ ചോദിച്ചത്. നീ ഒരു ഐക്യരാഷ്ട്രത്തിന്റെ തലവെത്തിയ എന്ത് വിഡ്ഢിത്തായി വിളിച്ച് പറയുന്നത്? എന്നിട്ട് കുറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ എണ്ണം, എന്നിട്ട് എന്നെ സൈബർ അറ്റാക്ക് ചെയ്തു. നീ വിഡ്ഢിത്തം വിളിച്ച് പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോ അതിന് മറുപടി പറയും. അത് കേൾക്കാൻ കൂടി നീ വാദിച്ചതാ. അതിന് നീ മറ്റൊരു പേരിട്ടിട്ട് അറ്റാക്ക് ചെയ്തു സൈബർ ഗുണ്ടകൾ, ഇതൊന്നും നീ പറയണ്ട. നീ പറയുന്ന ഈ വിഡ്ഢിത്തങ്ങൾ കേൾക്കാനാണ് മറ്റുള്ളവർ ഇവിടെ ഇരിക്കുന്നത്. നീ എങ്ങനെയാണോ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നത് ആ ആക്ഷേപത്തിനനുസരിച്ച് ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളൊക്കെ ചങ്കില ചോരയായ
ഞങ്ങൾക്ക് വേണ്ടി പടപൊരുതിയ കേരള സ്റ്റേറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി കരുത്തോടെ മുന്നോട്ട് പോയ ആ മനുഷ്യനെതിരെ പച്ചക്കളവ് പറയുമ്പോൾ അതിന് മറുപടി ഞങ്ങളും പറയും. അത് ഞങ്ങളെ റൈറ്റാ. നീ പറഞ്ഞല്ലോ ഇവിടെ പ്രിവിലേജും റൈറ്റും അവകാശം ഇവിടെ ഞങ്ങൾക്കുണ്ട്, നിനക്ക് മാത്രമല്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. അപ്പൊ അപ്പുറം പറയുമ്പോ ആഹാ, തിരിച്ചു കിട്ടുമ്പോ ഓഹാ, അതെന്താ അങ്ങനെയായിപ്പോന്ന്. ഇത് മണ്ണ് പറയുമ്പോ ചിന്തിക്കണോ? അതിന് തിരിച്ചങ്ങോട്ടും കിട്ടും. ഇത് കാലം പുരോഗമിച്ചില്ലേ? പ്രാകൃത സമൂഹത്തിൽ നിന്ന് പരിസ്ഥിതി സമൂഹത്തിലേക്ക് നമ്മൾ മാറി. ആ ബോധം നീ ഉണ്ടാക്കിയെടുക്കാതെയോ? എന്നിട്ട് വന്നിട്ട് ഈ വീമ്പളക്ക് മനസ്സിലായ? മുഖ്യമന്ത്രി അടക്കം വ്യക്തിപരമായിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്തങ്ങ് ആക്ഷേപിക്കുക. എന്നിട്ടോ മുഴുവൻ ആക്ഷേപങ്ങളും ഈ കുട്ടിയാ പറയുന്നത്. കളറിന്റെ വിളിച്ച് പറയുന്നുണ്ട്, ശരീരത്തിൽ തൊഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും പറഞ്ഞോ? എന്നിട്ട് കുറെ മാധ്യമങ്ങൾ സിമ്പതി ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആയിക്കോട്ടെ, ഇത് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾക്കൊക്കെ ഉണ്ട്, ഇല്ല ഞങ്ങൾ പറയുന്നില്ല. വികാരങ്ങൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും. പക്ഷേ ആ വേദന മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവരൊക്കെ പറയുമ്പോൾ എങ്ങനെയാന്നുള്ള കാര്യം ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയും തലച്ചോറും ഞങ്ങൾക്കും ഉണ്ട് കേട്ടാ. ഈ നാറിയ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് വെച്ച് കളിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരണ്ട. അത് മനസ്സിലാക്കിക്കോ. അത് തീർത്ത് പറയുന്ന ഏത് കൊമ്പത്തേനായാലും ഞങ്ങൾ മറുപടി പറഞ്ഞു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് മാത്രമല്ല, മുഖ്യമന്ത്രി പിന്നെ ഈ കുട്ടിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നെ കുട്ടിയുടെ പറയാം, ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങ് കേട്ടിട്ടില്ല, എന്നെ വിളിച്ചു. നീ പറയുന്നത് ഇപ്പൊ 1 മണിക്കൂറാണ് മുഖ്യമന്ത്രി ആലോചിക്കുക. നിന്നെ വിളിച്ചോ? അത് അദ്ദേഹത്തിന് മാന്യത. അത് വിളിച്ചതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. കാരണം ഈ 2-3 ദിവസം അതേ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, വ്യക്തി ഹത്യ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ ഇനി ഈ സോഷ്യൽ മീഡിയയിലും ഈ ലോകത്തും ഉണ്ട്. അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. മനസ്സിലായ? എന്നിട്ടും ആ മനുഷ്യൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വലിയ മനസ്സാ. അതാ ഞങ്ങൾ കാണേണ്ടത്. ഇവർക്ക് സംസാരിക്കാൻ ഇവളിപ്പോ പിടിച്ചു കൊണ്ടുപോയിട്ട് സെക്രട്ടേറിയറ്റിൽ അങ്ങ് വലിയ ക്രിസാലിട്ട് അങ്ങ് ഇരുത്താം. ഇതിനേക്കാളും ദത്തായ മരണപ്പറ്റിയാലും കുടുംബങ്ങൾ വേറെയുണ്ട്. അവർക്ക് ആർക്കും ഒരു പരാതി ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അവരോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ പ്രശ്നങ്ങളില്ലല്ലോ. നീ കൂടെ വന്ന് മത്സ്യത്തൊഴിലാളികൾ ഇത് പേപ്പർക്കാർ റിക്കാർഡ് ചെയ്ത് വെച്ചോളൂ. നീ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാ? എന്താ മോശമായി? ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ, ഞങ്ങളിലുണ്ടല്ലോ. എന്റെ കുടുംബത്തിലുണ്ട് മത്സ്യത്തിന്റെ പണിയെടുക്കുന്നവര്. അവരങ്ങനെ പട്ടിണിയൊന്നുമല്ല. ഞങ്ങളെ കടം കാശ ഭരിക്കാനില്ല. ഇപ്പോ ഈ കുട്ടി തന്നെ കമ്മ്യൂണിറ്റി ആക്ഷേപിക്കുക, എന്നിട്ട് ഈ കുട്ടി മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിൽക്കുക. നായികക്ക് 40 തൊട്ട് എന്തെങ്കിലും പറയും, മത്സ്യത്തൊഴിലാളികൾ കടപ്പുറം എന്താ മോശം? മുഖ്യമന്ത്രി ഒരു ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞു. സ്വാഭാവികം. പിന്നെ കടപ്പുറത്തിന് ഇപ്പം ഭ്രൂണശക്തിയുടെ കൊട്ടാരെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ മുഖ്യമന്ത്രി പറയുന്നത് കടപ്പുറത്ത് ഇനി പറയല്ലേ ആരും പറഞ്ഞേക്കരുത്. അപ്പോൾ അത് കമ്മ്യൂണിറ്റി ആക്ഷേപിക്കലായി പോകും. പിന്നെ നമ്മളിപ്പോ എന്താ പറയുന്നത്? ഭ്രൂണശക്തിയുടെ കൊട്ടാരത്തിലേക്ക് നമ്മൾ പോകുന്നെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായ? ഇളക്കുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കണം, ഇന്നിപ്പോ ഒരു അറസ്റ്റ് നടന്നു. ഇപ്പൊ ഈ പറയുന്ന ഈ ഒരുത്തൻ ഞാൻ പറഞ്ഞല്ലോ, ഈ പച്ച നുണ പറയുന്ന മൊട്ട ഇന്നലെയൊക്കെ എന്തെങ്കിലും DG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനിട്ടൊക്കെ ഇവന്റെയൊക്കെ വേദാന്തേനും. അപ്പൊ അന്ന് തന്നെ കേസെടുത്തതിന് ശേഷം സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ മെറിറ്റുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ഘട്ടം വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് രേഖപ്പെടുത്തും. ഓടിച്ചാടി ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. രാജ്യത്തൊരു നിയമവാഴ്ചയുള്ള രാജ്യമല്ലേ നമ്മുടെ. ഇവറ്റകൾ ഇഷ്ടത്തിനനുസരിച്ച് ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികം അതൊക്കെ പഠിച്ച് അദ്ദേഹം ചെയ്ത ക്രൈം ഉണ്ട്, അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, നമ്മളെ ഭരണഘടന വിരുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അറസ്റ്റ് ചെയ്തു. അല്ലാതെ നാട് നീള പച്ച വർഗീയത തുപ്പി നടന്ന, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിറ്റി ആക്ഷേപിച്ച് രാജ്യത്തും സ്റ്റേറ്റിനകത്തും വർഗീയത ഉണ്ടാക്കാൻ നടന്ന വെള്ളാപ്പള്ളി നടേശനെ അടക്കം കാറിൽ കയറ്റി എത്തി കഴിഞ്ഞ മുഖ്യമന്ത്രി പോയപ്പോ ഇവനിക്കൊന്നും ചിലക്കണ്ട, ഇവനിക്കൊന്നും നിയമം ബാധകമല്ല, ഇവരെയൊന്നും അറസ്റ്റ് ചെയ്യണ്ട. അന്ന് ഇവന്റെ ഒന്നും ഈ കുറയ്ക്കുന്ന ഈ ഡയലോഗൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. എന്നിട്ട് ഇവന്റെ പ്രശ്നം ഒരു സ്റ്റേറ്റിലെ ആഭ്യന്തര മന്ത്രിയടക്കം ഒരു പോലീസ് സംവിധാനത്തെ അടക്കം വെല്ലുവിളിച്ച് പോസ്റ്റ് ഇട്ടവനെ അറസ്റ്റ് ചെയ്താൽ ഇവനിക്കൊക്കെ വലിയ മാനസിക വിഷമോ. അപ്പായും പറയാ 15 ക്രിമിനൽ കേസിൽ പ്രതിയായ കാപ്പാ ചുമത്തിയ എന്താ പറയാ സുഗതന്റെ മുന്നിൽ
സർക്കാർ ബട്ടലിന് വളച്ചെന്ന് പറയും. ഞാൻ പറയുന്നില്ല, പച്ച നോണ. എന്താ ഈ സുഗതൻ എവിടെയാ ഉള്ളത്? ഈ പോങ്ങൻ, ഈ വിവരം കേട്ടവയ്ക്ക് അറിയില്ലേ? ജയിലിലാ ഉള്ളത് അല്ലേ? എന്നിട്ടോ അവിടെയും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഏതോ ഒരു വിഷയത്തിനകത്ത് ഏതോ ഒരു സംഘ ഉദ്യോഗസ്ഥ ഒരു ഷാജിന്റെ ഒപ്പ് എന്ന് പറഞ്ഞ്, ഷാജി ഇട്ടതാന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് അദ്ദേഹത്തിന് അതിന് ഇളവ് കൊടുത്തു. ഇതൊന്നും ഗവൺമെന്റ് അറിയത്തില്ല. ഇതൊക്കെ CPM ഉള്ള കാലത്ത് ഈ സംഘപരിവാറിന്റെ ആശയം ഉൾക്കൊണ്ട് നടക്കുന്നവരെ ഈ ഉദ്യോഗസ്ഥരെ തിരികെ കയറ്റി വെച്ചതാ. ഇവറ്റകൾ ഇതൊക്കെ ഉണ്ടാക്കി പ്രശ്നം മുഴുവനും ഈ സംഘികളെ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയത് ഈ കഴിഞ്ഞു പോയ നാണം കെട്ട ഗവൺമെന്റാ. അപ്പൊ ശബല പ്രവൃത്തി ചെയ്തപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു, ആ വകുപ്പ് കൈകാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ എന്താക്കി? സസ്പെൻഡ് ചെയ്തില്ലേ? പുറത്താക്കിയില്ലേ? ചെയ്തിട്ടില്ലേ? അപ്പൊ സർക്കാർ അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ചില ചെറ്റത്തരങ്ങൾ ചെയ്തു വെക്കുമ്പോ അതിന്റെ കാമ്പും കഴമ്പും അതിന്റെ സത്യാവസ്ഥ വരുന്നതിന് മുമ്പേ ഒരു സാമാന്യവും കൈമപ്പിടിച്ച്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടോ, ഇവിടെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്നു, വന്ദേ മാതരം പാടണമെന്ന് പറഞ്ഞു. പിന്നെ ചോദ്യപേപ്പറിൽ വീര്യ സമസ്കരുടെ പിന്നെ വലിയ മഹാനായി ചിത്രീകരിച്ചുകൊണ്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കുന്നു. ഞാൻ പറയുന്നില്ല വെറുതെ. ഇനി ഇതൊക്കെ ഇവനിന്ന് തിരുത്തി പറയാൻ നോക്കട്ടെ ഞാൻ. മനസ്സിലായ? ഇതൊക്കെ ഓരോരു ക്രൈം ചെയ്തു വെച്ചാൽ അത് ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് അതിന് നടപടിയും ആക്ഷനും എടുക്കുക. അതിന് കാലതാമസം കൊടുക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്ത് RSSന്റെ അജണ്ട ഒന്നിന് പുറകെ ഒന്നായിട്ട് നടപ്പാക്കിയ ഒരു ഗവൺമെന്റാണ്. എന്തെല്ലാം വിഷയത്തിനകത്ത് ഇല്ലേ? പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് തികച്ചും സമാധാനപരമായി സമരം ചെയ്ത, പ്രതിഷേധം നടത്തിയ ഒരു മതസംഘടന വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ കള്ളക്കേസ് കുടുക്കിയിട്ട് ഇപ്പോഴും ആ കേസ് കോടതി കയറിയിറങ്ങിയ അവര്. മനസ്സിലായ? ഒരു പൊതുമുതലും നശിപ്പിച്ചിട്ടില്ല. അവര് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു റോഡ് സൈഡിലെ കൂടി മുദ്രാവാക്യം വിളിച്ചു പോയി. അതിന്റെ പ്രതിഷേധം, അതും അൺപാർലമെന്റ് മുദ്രാവാക്യവും ഇല്ല, പ്രകോപനപരമായ മുദ്രാവാക്യവുമില്ല. അത്തരക്കാർക്ക് പോലും എതിരെ കേസെടുത്ത ഒരു നാളം കെട്ട ഗവൺമെന്റാ കഴിഞ്ഞു പോയത്. അതൊന്നും സംഘിഘോഷാണവാടിയതല്ല. അതൊക്കെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇനി ചെമ്പിലിട്ട് കുഞ്ഞാൻ വേണ്ടിയിട്ടാക്കിയെന്നൊക്കെ നീ അന്ന് പ്രസംഗിച്ച അല്ലേ? അതും പോട്ടെ, ഒരു രാജ്യത്ത് മതം വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള റൈറ്റുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കണം. ഒരു എന്താ പറയുക, ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ലഘുലേഖ വിതരണം ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി കൊടുത്തു. സ്വാഭാവികമായിട്ട് അത്തരക്കാരെ ഒരു പ്രകോപനമില്ലാതെ സംഘപരിവാറിന്റെ പ്രവർത്തകന്മാർ വന്ന്, RSSന്റെ പ്രവർത്തകന്മാർ വന്ന് അവരെ ക്രൂരമായി തല്ലിച്ചതച്ചു. എങ്ങനെ നിങ്ങൾ നോക്കണം. അത് പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള റൈറ്റുള്ള രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നുള്ള ബോധം വേണം. ഇവർ 40 ഇതും പ്രസംഗിച്ച് നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അങ്ങനെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ അവര് പോയി പരാതി കൊടുത്തപ്പോ അന്ന് സ്റ്റേറ്റ് ഭരിക്കുന്ന ആഭ്യന്തരം കൈയാളുന്ന ഈ നാണം കെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവാ. മനസ്സിലാക്കണം. എന്നിട്ടോ നേരെ ഉൾട്ട എന്താണെന്നറിയാം? മർദ്ദനം ഏറ്റവർക്കെതിരെ കേസ്, മർദ്ദിച്ച സംഘികൾക്ക് കേസില്ല. എന്നിട്ട് അതിനുശേഷം മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ ഈ നാണം കെട്ട എന്നിട്ട് ആഭ്യന്തരം കൈയാളുന്ന ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയോ? അതെന്തിനാ അവിടെ ഭൂരിപക്ഷമുള്ളിടത്ത് ഇവര് പോയെന്നാ ചോദിച്ചത്. കേസെടുക്കാനോ അല്ലെങ്കിൽ അത് ചെയ്ത് തെറ്റാണോ, സംഘപരിവാർ ചെയ്ത് തെറ്റാണോ എന്നല്ല പറഞ്ഞത്. എന്തിനാ അവിടെ പോയി അത് കൊടുക്കാൻ നിന്നത് എന്ന് ഉളുപ്പില്ലാതെ ഈ വറ്റകളുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടും അതിനെ രാത്രി വന്നിട്ട് അതിനെ ചർച്ച ചെയ്യാനോ മുഖ്യമന്ത്രി പറഞ്ഞ് തെറ്റായെന്ന് പറയാനോ ഒരു അര വാക്കുകൊണ്ടോ അര വരി എഴുതിക്കൊണ്ടോ ഇവര് ആരൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഗവൺമെന്റ് സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് സംഘപരിവാറിന് ഇവർ അനുകൂലമാണ് എന്ന് പച്ച നുണ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നടക്കുന്ന ഹിജ്ജിട പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇപ്പം ഞങ്ങൾ കാണുന്നു അല്ലേ? ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വരിക നിങ്ങൾ അല്ലേ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് ദേശീയ തലത്തിലായാലും സ്റ്റേറ്റിലായാലും ഞങ്ങൾക്കെതിരെ കുരച്ചു ചാടുന്ന വൃത്തികെട്ട മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ടിട്ടല്ല ഞങ്ങൾ അധികാരത്തിൽ വന്നത്. മനസ്സിലായ? ഞങ്ങൾ നിങ്ങളിന്നും പിന്തുണ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. നിങ്ങളിന്നും ഒരു താരാട്ടുപാട്ടിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്താണെന്നുള്ള കാര്യം ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിനകത്തുള്ള ബോധമുള്ള നെല്ലുകുത്തിയ അരിന്റെ ഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ നിലപാട് എന്താണെന്നും ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തെന്നും ഇനി എന്തൊക്കെ ചെയ്യുന്നു അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരെ ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുള്ളൂ. മനസ്സിലായ? അതിനപ്പുറത്തേക്ക് നിന്റെ എന്നും വാക്കിന് തുല്യ വില പോലും ഞങ്ങൾ കൊടുക്കത്തില്ല, ബോധമുള്ള ജനങ്ങളും കൊടുക്കത്തില്ല. അത് മനസ്സിലാക്കിക്കോ നീയൊക്കെ കേട്ടാ. ഗവൺമെന്റ് ഫോം ചെയ്താകെ 3 മാസമായിട്ടില്ല 3000 പച്ച നുണകൾ പ്രത്യേകിച്ചിട്ട് ഈ പറയുന്ന ചെറ്റ മാധ്യമ പ്രവർത്തനം നടത്തുന്നു.
ഈ മൊട്ടന്റെ ചാനൽ ഏതെങ്കിലും ഒരു ദിവസം മനുഷ്യർക്ക് ഉപകാരമുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ചെയ്തു വെച്ച നല്ല പ്രവർത്തികൾ എന്തെങ്കിലും ഒന്നു കൊടുത്തോ യുവതകൾ? ഇല്ലേ ഇല്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. മനസ്സിലായ? ഗവൺമെന്റ് എന്താണെന്ന് ഇപ്പോ സ്റ്റേറ്റിനകത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ദുരന്ത മുഖത്ത് പോലും പോയിട്ട് പച്ച എന്താ പറയണ്ടത്, ഇവരെ ഈ നാറി പുളിച്ച രാഷ്ട്രീയം കളിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത വർഗങ്ങളാണ് ഇവറ്റകൾ. മനസ്സിലായ? ദുരന്ത മുഖത്ത് പോലും അത്രക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് നല്ല പോലെ അറിയാം. പക്ഷേ പച്ച നുണകൾ കൊണ്ട് സർക്കാരിനെ അങ്ങ് വലിച്ചു കളയുക എന്നൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കാലങ്ങൾ മാറി, യുഗങ്ങൾ മാറി, നൂറ്റാണ്ട് മാറി എന്നുള്ള ബോധം നിന്റെ തലക്കകത്തുണ്ടാവണം. കേട്ടാ? അത് മനസ്സിലാക്കിക്കോ നീയൊക്കെ. ഓക്കെ, ഞാനിപ്പോ കൂടുതലൊന്നും പറയുന്നില്ല. എന്നാലും എന്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഹൃദയത്തെ തൊട്ടുള്ള 1000 മൂവർണ്ണത്തിൽ ചാലിച്ച വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.